ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേപ്പർ ബൊക്കെയാണ്. ഒരു സ്ക്വയർ പീസ് എടുത്തിട്ട് നടുവെ ട്രയാങ്കിൾ പോലെ മടക്കണം. മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ട്രയാങ്കിൾ പോലെ മടക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 3 പ്രാവശ്യം മടക്കി കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കുമ്പോൾ ഇങ്ങനെ ട്രയാങ്കിൾ വരണം. അപ്പോൾ ഈ തുറക്കാൻ ഇവിടെ ജോയിൻ്റ് അല്ലാത്ത സ്ഥലത്താണ് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ വശം ജോയിൻ്റ് ആയിരിക്കണം. എന്നിട്ട് ഇത് തുറക്കുമ്പോൾ നമുക്കൊരു ഫ്ലവർ ആയിട്ട് കിട്ടും. നമ്മൾക്ക് സ്കെച്ച് പെൻ്റെ ടോപ്പും വെച്ച് ഒരു സർക്കിൾ വരച്ച് അത് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ സ്കെച്ച് പെൻ വെച്ച് നമുക്ക് സർക്കിൾ വരയ്ക്കുകയും ചെയ്യാം. ഫ്ലവർ ഇതേപോലെ പല പല കളറുകളിൽ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സർക്കിൾ കട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ സ്കെച്ച് പെൻ വെച്ച് വരയ്ക്കുകയും ചെയ്യാം. ഒട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫ്ലവറിൻ്റെ നടുക്ക് ഒരു ചുളുങ്ങിയിരിക്കുന്ന ഭാഗത്തായിരിക്കണം ഇത് ഒട്ടിക്കേണ്ടത്. എന്നിട്ട് ഫ്ലവറും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഗ്രാസ് മാറ്റി വയ്ക്കാം. മടക്കിയിട്ട് ഈ പോർഷൻ, ഈ മടക്ക് വരുന്ന പോർഷൻ നമ്മൾ കട്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പേരൻസിൻ്റെ ഹെൽപ്പ് മേടിക്കാം. നമ്മൾ എന്നിട്ട് ഇങ്ങനെ 3 പ്രാവശ്യം നടക്കണം. 1 2 3 3. ഇനി നമ്മൾ ഇവിടെ കട്ട് ചെയ്യണം. ഇനി തുറക്കുമ്പോൾ ഒരു ഫ്ലവർ ആയിട്ട് കിട്ടും. ഫ്ലവർ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തതിൻ്റെ തെറ്റാണ്. ഏത് കളർ വേണമെങ്കിലും നമുക്ക് നടുക്ക് സർക്കിൾ വരയ്ക്കാൻ എടുക്കാം. മഞ്ഞ തന്നെ വേണമെന്നില്ല. ഫ്ലവേഴ്സ് എല്ലാം എടുക്കണം. നമ്മൾ ഗ്രാസ് ഉണ്ടാക്കിയില്ലേ, അതും എടുക്കണം. അത് ഈ ഗ്രാസ് നമ്മൾ ചുരുട്ടി വയ്ക്കണം. അവസാനം നമ്മൾ ഗ്ലൂ ഒട്ടിക്കണം. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. നമ്മളിങ്ങനെ മടക്കുമ്പോൾ മാക്സിമം വണ്ണം ഉണ്ടാകാൻ ശ്രദ്ധിക്കണം. അവസാനം ഇങ്ങനെ ഒട്ടിക്കണം. ഗ്രാസ് കട്ട് ചെയ്ത് വെച്ചത് ഈ ഫ്ലവർ എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഹാർട്ടിൻ്റെ കഷ്ണം കട്ട് ചെയ്തെടുക്കണം. അത് ഏത് കളർ വേണമെങ്കിലും ആകാം, പോസിബിൾ. ഗ്രാസ് കട്ട് ചെയ്ത് വെച്ചത് ഈ ഫ്ലവർ എല്ലാം നമുക്കെടുക്കാം. നമ്മൾ ഈ ഫ്ലവേഴ്സ് ചില ഗ്രാസുകളിൽ ഒട്ടിക്കണം.
വയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പൂ വയ്ക്കാം. ഇനി ഒരു പേപ്പർ എടുത്ത് കോൺ ഷേപ്പ് പോലെ ആക്കാം. അവസാനം ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മളിത് ഉള്ളിലോട്ട് വെക്കാം. കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഈ പൂക്കൾ ഇച്ചിരി കയറ്റി വെക്കണം, എന്നാലാണ് പൂക്കൾ കാണാൻ പറ്റുകയുള്ളൂ. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഹാർട്ട് എടുക്കണം. ഹാർട്ട് എടുത്ത് നമ്മളുടെ ബൊക്കയുടെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. രണ്ടും പല സ്ഥലത്ത് ഒട്ടിക്കാം. നിങ്ങൾക്ക് ഈ ഹാർട്ടിൻ്റെ പോർഷൻ സ്കിപ്പ് ചെയ്യാം. ഞാൻ ഭംഗിക്ക് വേണ്ടി ഒട്ടിച്ചതാണ്. നിങ്ങൾക്ക് ഈ ബൊക്കയുടെ കോൺ പോലെ ഉണ്ടാക്കിയ സാധനത്തിൽ വേണമെങ്കിൽ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് വേറെ ഡെക്കറേഷൻ വേണമെങ്കിൽ ചെയ്യാം. അവസാനം നമ്മൾക്ക് ഇതെടുത്ത് വയ്ക്കാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ ഹാർട്ട് മാത്രമല്ല പല പല ഡിസൈനുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.